ഹലോ ഗൈസ്, തെക്കൻസ് വൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാനാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കിളിമാനൂർ തൊളിക്കുഴി, അവിടുന്ന് മീൻമുട്ടി, അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് വരുന്നത്. മീൻമുട്ടി വെള്ളച്ചാട്ടം അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു അയ്യപ്പൻ്റെ ക്ഷേത്രം കാണാം. അതായിരുന്നു ഇവിടെ ആദ്യം ഉള്ളത്. ഗുരുദേവൻ്റെ ഒരു പ്രതിമയും നമുക്ക് കാണാൻ കഴിയും. ഈ വെള്ളച്ചാട്ടം ഒരു ടൂറിസം മേഖലയായിട്ട് പിന്നെയാണ് നിർമ്മിച്ചത്. അതിനുശേഷം ചെറിയൊരു തോട് പോലെയാണ് വരുന്നത്. നമുക്ക് നേരെ പോകേണ്ടതാണ് വെള്ളച്ചാട്ടം കാണാനുള്ള വഴി. ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇവിടെ കാണാൻ വരുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഇരിപ്പിടമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം. ഇവിടുന്ന് നേരെ കയറി ലെഫ്റ്റ്, അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പോകാനുള്ള വഴി. ഒരു ഇടുങ്ങിയൊരു പാലമാണ്. ഒരു മുളയുടെയൊക്കെ കളർ കൊടുത്തിട്ട് ഇങ്ങനെ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ തീരെ കുറവാണ്. ഞാൻ വെള്ളമില്ലാത്ത സമയത്താണ് വന്നത്. ഏതാണ്ട് ഒട്ടും വെള്ളമില്ല. എന്നാലും എവിടെ നിന്നൊക്കെ ഇച്ചിരിയൊക്കെ വെള്ളം പോകുന്നുണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്, ഈ സൈഡിലാണ് നമ്മുടെ വെള്ളച്ചാട്ടം. കുറച്ച് വെള്ളമൊക്കെ അവിടെ കെട്ടിക്കിടപ്പുണ്ട്. ആ ഉള്ള വെള്ളമാണ് താഴോട്ട് പോയി നമുക്ക് വെള്ളച്ചാട്ടമായിട്ട് കാണാൻ കഴിയും. നേരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു താഴ്ചയുണ്ട്, അതുവഴിയാണ് നമ്മൾ താഴെ ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ല ഒരു താഴ്ന്ന പ്രദേശമാണിത്. ഇവിടെ മൊത്തം ചെറിയ കല്ലും കാര്യങ്ങളായിട്ട് കിടക്കുക. സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വീഴും. അങ്ങനെ നമ്മൾ ഇറങ്ങുന്നത് ഇപ്പം തൊട്ട് പാലത്തിൻ്റെ അടിവശത്താണ്. അവിടെയാണ് മുട്ടൻ കല്ലുകളും തറ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത്. അതിൻ്റെ പാലത്തിൻ്റെ അടിയിലെ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. രണ്ടാം പാലത്തിൽ കൂടെയാണ് നമ്മൾ വന്നത്. അതിൻ്റെ താഴെ ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. കാണാനൊക്കെ നല്ല രസമാണ്. അത് നിങ്ങൾ വന്ന് കണ്ടാലേ ഇതിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല രസമാണ്. നല്ല പച്ച കളറിലാണ് വെള്ളം കിടക്കുന്നത്. തൊട്ടടുത്തായിട്ടൊരു ആൽമരം നിൽപ്പുണ്ട്. ഇനി വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ താഴെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഒക്കെ പോകുന്ന കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ കല്ല് വലുതായിട്ടില്ലാത്ത സ്ഥലത്തോടാണ്. ഇതിൻ്റെ അയൽവക്കത്തൊക്കെ വേറെ ആളുകളുടെ പുരയിടം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. മൊത്തവും റബ്ബറാണ്. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. കല്ലെല്ലാം ചരിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. ഓരോ കുഴിയും കഷ്ണമൊക്കെ ആയിട്ട് കിടക്കുക. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ അവിടെ തന്നെ പറഞ്ഞു വീഴും. ഇങ്ങനെ പ്രത്യേകം കുറച്ച് വഴി കൂടെയൊക്കെ നമ്മൾ പോകുന്നത്. നമ്മൾ വന്ന പാലമാണ് കാണുന്നത്. അത്രയും താഴ്ചയുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളൊരു ഇടവഴി കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ എൻ്റെ അടുത്തെത്തി. അടുത്തായിട്ടൊരു ആല് നിൽപ്പുണ്ട്. കാണാൻ നല്ല രസമുള്ള രണ്ട് സൈഡിലോട്ട് ആല് നിൽപ്പുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഇവിടെ വരണം. വന്നാലേ ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റും. ഉണക്കായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് അടിയിൽ കിടക്കുന്ന പാറയെല്ലാം നമുക്ക് മുകളിൽ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു കാഴ്ച തന്നെയാണ്. എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.